ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇന്നൊരു ട്രാവൽ വ്ളോഗാണ്. രാവിലെ തന്നെ ചേട്ടനെയും കൂട്ടി ഞാൻ പോവുകയാണ് ഗൈസ്. എവിടത്തേക്കാണെന്ന് അറിയില്ല. ചേട്ടൻ എന്നോട് പറഞ്ഞു ഇവിടെ അടുത്തൊരു സ്പോട്ടുണ്ട്, നമുക്ക് വിസിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് വരുന്നത് കണ്ണൂർ മയ്യിൽ റോഡിലാണ്, പാടിക്കുന്നെന്ന് പറഞ്ഞ സ്ഥലമാണ്. കണ്ണൂർ മയ്യിൽ റോഡിൽ വരുമ്പോൾ ബസ്സിൽ വരികയാണെങ്കിൽ പാടിക്കുന്നെന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങാം. ലെഫ്റ്റ് സൈഡിൽ ഒരു റോഡ് കാണാമല്ലോ, അത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ടൗണിലേക്ക് പോകുന്നിട്ട് റോഡാണ് കേട്ടോ. അപ്പോൾ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലൊക്കെ വരുന്നവരാണെങ്കിൽ ഈ സ്പോട്ടും കൂടെ വിസിറ്റ് ചെയ്തിട്ടൊന്ന് പോവാം. അങ്ങനെ ഞങ്ങൾ കാർ പാർക്ക് ചെയ്തു. പിന്നെ കാണുന്നത് ഒരു അടിപൊളി റോഡൊക്കെ ഉണ്ട് കേട്ടോ, ഇത് താഴോട്ട് വരുന്നത്. അപ്പോൾ ഞാൻ വീഡിയോയിൽ ആദ്യം കാണിച്ചില്ലേ, പാടി തീർത്തെന്നാണ് ഇവിടെ നാട്ടിലുള്ളവരൊക്കെ പറയുന്നത്. ഇവിടെ അതൊരിക്കലും വറ്റില്ല, ആ ഉറവ വറ്റാത്ത ഉറവയാണെന്നാണ് പറയപ്പെടുന്നത്. മഴക്കാലമായാലും വേനൽക്കാലമായാലും എപ്പോഴും അവിടെ വെള്ളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞിട്ടോ. ആ ഒരു ഉറവ എന്ന് പറയുന്നത് വറ്റത്തേയില്ല. അങ്ങനെ നമ്മൾ നടന്ന് ഇതാ കാടിന് നടുവിലൂട്ട് നടന്ന് പോവുകയാണ് ഗൈസ്. മഴയൊക്കെ ആയത് കാരണം മൊത്തം വെള്ളമൊക്കെ നനഞ്ഞ് ചെടികളൊക്കെ നന്നായി പച്ച പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു ഗുഹയുണ്ടെന്ന് പറഞ്ഞു കേട്ടു, അതാ കണ്ടിരിക്കുന്നു ഗുഹ. പക്ഷെ അടുത്തൊന്നും ചെന്നില്ല കേട്ടോ. ഗുഹയ്ക്കകത്ത് അറയൊക്കെ ഉണ്ട്. സന്യാസിമാർ പണ്ട് എന്താണ് പറയുക, ഇത് തപസ് ചെയ്തിരുന്ന സ്ഥലമാണെന്നാണ് ചേട്ടൻ എന്നോട് പറഞ്ഞു തന്നത്. അങ്ങനെ അത് കണ്ടു. പിന്നെ അവിടെ നിന്നാണ് നമ്മുടെ പാടി തീർത്ഥത്തിലേക്കുള്ള വെള്ളം, ഉറവ അവിടെയാണ് ഉള്ളത് കേട്ടോ. പിന്നെ ഞാൻ അധികം അങ്ങോട്ട് പോയില്ല, പാമ്പുകളൊക്കെ ഉള്ളത് കാരണം പേടിച്ചിട്ട് ജസ്റ്റ് അവിടെ നിന്ന് വീഡിയോ എടുത്തു താഴോട്ട് ഇറങ്ങി കേട്ടോ. ചുറ്റിലും കപ്പ വാഴ എല്ലാം നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് താഴോട്ട് വരുമ്പോൾ സൈഡിലോട്ട് ഒരു അരുവിയുണ്ടല്ലേ, അരുവി കാണാമല്ലേ. ഇത് ചെന്നെത്തുന്നതാണ് നമ്മുടെ പാടി തീർത്ഥം. അടിപൊളിയാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് വന്ന് കണ്ടു നോക്കണേ. വലിയ പടുകൂറ്റൻ പാറക്കെട്ടുകളൊക്കെ ഉണ്ട്, നല്ല പച്ചപ്പോടുകൂടിയിട്ട്. മഴക്കാലമല്ലേ, നല്ല പച്ചപ്പാണ് കേട്ടോ, നല്ല അടിപൊളിയാണ്. കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായ സ്ഥലമാണ്. കണ്ണൂർക്കാരാണെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലും ഇതുപോലെ ആരെങ്കിലുമൊക്കെ കാണാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വന്ന് കണ്ടു നോക്കണേ. നല്ലൊരു മനസ്സിന് നല്ലൊരു പ്രശ്നം കിട്ടും. എനിക്ക് എന്തായാലും കിട്ടി, നല്ലൊരു പോസിറ്റിവിറ്റി കിട്ടിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പാടി തീർത്ഥത്തിലെത്തിയിരിക്കണം. അവിടെ നിന്ന് ഞാൻ ജസ്റ്റ് എൻ്റെ സെയിം പരിപാടി, കൈയൊക്കെ നനച്ചു, കാലൊക്കെ കഴുകി. അടിപൊളി, നല്ല തണുപ്പായിരുന്നു. നല്ല വെള്ളത്തിന് പറയാതെ വയ്യ, നല്ല തണുത്ത വെള്ളം, ഒന്നും പറയണ്ട. നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പോകില്ലേ, സെയിം അതേ ഒരു എഫക്റ്റാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്യേണ്ട അവിടെ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും, നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ ഒരു നിമിഷം നമ്മളെല്ലാം മറന്ന് ആ ഒരു പ്രകൃതിയോട് ചേർന്നിരിക്കാൻ നമുക്ക് പറ്റും. നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ടാകും, നമ്മൾ പോലും കാണാത്ത. ഈ ബിസി ലൈഫിൽ നമ്മൾ പോലും ഇതുപോലെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം നമ്മൾ ചിലപ്പോൾ അവോയ്ഡ് ചെയ്യുന്നുണ്ടാവും, ഗവനിക്കുന്നുണ്ടാവില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ ഇതൊക്കെ ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം. പാടി തീർത്ഥം കണ്ടു. അപ്പോൾ ഞാൻ മെല്ലെ അവിടെ ചെറിയൊരു ഇടവഴി മാത്രമേ ഉള്ളൂ, മെല്ലെ കയറി മുകളിലോട്ട് കയറുമ്പോൾ ഇതാ കയറി വന്നു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഒന്നുകൂടെ എനിക്ക് കാണണം, വീഡിയോ എടുക്കണം തോന്നി. ഞാൻ ലാസ്റ്റ് മുകളിലോട്ട് കയറിയപ്പോൾ അവിടുന്ന് ഒരു വട്ടം കൂടെ വീഡിയോ എടുത്തു. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. അങ്ങനെ ഞാൻ സൈഡിൽ ആലാണോ അരയാലാണോ എന്നറിയില്ല, ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഞാൻ കരുതുന്ന അരയാലിൻ്റെ ഇലയാണെന്നാണ്, പക്ഷെ ഞാൻ ചെറിയ ഇല മാത്രമേ കണ്ടുള്ളൂ, ഇത്രയും വലിയ ഇല കണ്ടിട്ടില്ല. അരയാൽ തന്നെ ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. ടാറ്റാ.